ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാവാലം വരെ ഒന്ന് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാവാലത്തിന് പോയപ്പോഴത്തേനും അവിടെ ഒരു ഷാപ്പിൽ നല്ല ഒന്നാം തരം ഫുഡ് കിട്ടിയിരുന്നു. ഷാപ്പ് എന്ന് പറഞ്ഞ പേരേ ഉള്ളൂ, പക്ഷേ നല്ലൊരു ഒന്നാം തരം റെസ്റ്റോറൻറ്റ്. ആ ഷാപ്പിനോട് കൂടി കള്ളു കുടിക്കാൻ പോകുന്നതല്ല കേട്ടോ, ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. നല്ല ഭക്ഷണം കിട്ടുന്നത്, എല്ലാ ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്കുള്ള ചില ചെറിയ ചെറിയ കാഴ്ചകളും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചങ്ങ് പോകാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. എന്ത് തേങ്ങയിലും ഉണ്ടോ? ഒരു തേങ്ങയില്ല. അപ്പോൾ ഞങ്ങൾ കാവാലത്തിന് പോകുന്ന വഴിക്ക് ഒരു ഷാപ്പ് കണ്ടു. ആ ഷാപ്പിലൊന്ന് കയറി. നല്ല ചെത്തുകൾ, നല്ല മധുരക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് ഓർത്താം.
അപ്പോൾ നമ്മളങ്ങനെ കാവാലത്ത് എത്തി. ഇതാണ് ലിസ്യു പള്ളി, കാവാലം ലിസ്യു പള്ളിയിലാണ് വരുന്നത്. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ഈ ബോട്ട് ജെട്ടിയിൽ നമ്മൾ നിന്നാൽ മതി. അവിടുന്ന് റെസ്റ്റോറൻറ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അവരുടെ ബോട്ടിലോ വള്ളത്തിലോ അത് നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അവർ പിക്കപ്പ് അറേഞ്ച് ചെയ്യും. പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അവിടുന്ന് തിരിച്ച് ഇവിടെ ജെട്ടിയിൽ കൊണ്ടുവിടും. അപ്പോൾ ഇവിടെ നിന്നിട്ട് അവരെ വിളിക്കണം. അപ്പോൾ ആ വിളിക്കുന്ന നമ്പർ എന്താണെന്നുള്ളത് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബോട്ട് ജെട്ടി നിന്നുകൊണ്ട് അവരെ വിളിച്ചാൽ മതി. അവർ വന്ന് പിക്ക് ചെയ്യും. അതുപോലെ ഇങ്ങോട്ട് വരേണ്ട വഴി ചെറുതായിട്ട് ഞാൻ ഈ പറഞ്ഞു തരാം. നമ്മളെ തുരുത്തിയിൽ നിന്നാണ്, തുരുത്തി ജംഗ്ഷന് പുന്നമോട്ട് മുളയ്ക്കാൻ തുരുത്തി വഴി ഇങ്ങനെ വാലടി കാവാലം വഴി ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോരുകയാണ്. അതാണ് ഇവിടെ ലാസ്റ്റ് ഇവിടെ എത്തും. ഈ ലിസി പള്ളിയുടെ അടുത്തെത്തും. അപ്പോൾ എവിടെയെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ലിസി പള്ളിയിലോട്ട് പോകുന്ന വഴി ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അങ്ങനെ വന്നാൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ അവരുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഞാനത് ഫോൺ നമ്പർ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ. ഇവിടെ വന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവർ വന്ന് പിക്ക് ചെയ്തോളൂ. പിന്നെ ചപ്പാത്തി, ഇതെന്താണ് കൊഴുവ ഫ്രൈ, അതെന്താണ് ചെമ്മീൻ റോസ്റ്റ്, താറാവ് മപ്പാസ്, ബീഫ് റോസ്റ്റ്, ഇതാണ് നമ്മുടെ വാളക്കറി, കപ്പ, എല്ലാം എടുക്കും. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട് പൊതുവേ? നല്ല ഫുഡാണോ? നല്ല ഫുഡാണോ? അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേനും നോക്കി കണ്ട് ഓർഡർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ തീർക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് ഫുഡ്? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാലോ? നമുക്ക് ഇവിടെ ആക്കാം. അങ്ങ് സ്ഥിര താമസമാക്കിയാലോ? നാളെയും വരാം. ആ, എങ്ങനെയുണ്ട് ഫുഡ്? പൊതുവെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിക്കാം. സാറേ നമസ്കാരം. ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഈ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷാപ്പല്ല, പക്ഷേ കരിമീൻ ഫ്രൈ അതിനൊരു പീസാണ് എൻ്റെ ഇരിക്കുന്നത്. അതിങ്ങനെ എടുക്കുക, പതുക്കെ കഴിക്കുക. അടുത്ത ഇത്രയും വലുപ്പത്തിലുള്ള കരിമീൻ ഇവിടെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയാം. ഇത്രയും വലുപ്പത്തിലുള്ള കരിമീനൊക്കെ സൂപ്പർ സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.